സായി രാജാവായിട്ട് ആറാടുകയാണ് കേട്ടോ. വമ്പം പൊളി എന്ന് പറഞ്ഞാൽ വമ്പം പൊളി. കിടിലൻ രാജാവിനെ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. രാജാവായി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ജാസ്മിന് നല്ലൊരു പണി കൊടുത്തിരിക്കുകയാണ് സായി. രാജാവായി കഴിഞ്ഞാൽ കുറേ നിയമങ്ങളൊക്കെ സായി അവിടെ ആവിഷ്കരിച്ചിരുന്നു. എല്ലാവരും ഒരു റൂമിൽ കയറണം, ആരും സംസാരിക്കാൻ പാടില്ല, ആംഗ്യഭാഷയിൽ മാത്രം വേണം സംസാരിക്കാൻ, കുറച്ച് ഭടന്മാരെ വേണം, നർത്തകിമാരെയും നർത്തകന്മാരെയും വേണം, ആരും അവിടെ ഇരിക്കാൻ പാടില്ല, എല്ലാവരും നിൽക്കണം. അതുപോലെ തന്നെ എല്ലാവരും ഒരു റൂമിൽ കയറി നിൽക്കണം എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും ഒരു റൂമിൽ കയറ്റി ആരും സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞായിരുന്നു, ഒച്ച എടുക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റൂമിൻ്റെ അത് എല്ലാവരും കയറി. പക്ഷെ അവിടെ ശ്രീതുവും ജാസ്മിനും നിന്ന് ഒച്ചയെടുത്തു. അപ്പോൾ സായി നൈസായിട്ട് ആ റൂമിൻ്റെ അങ്ങോട്ട് ചെന്നിട്ട് ആ ഒച്ചയെടുത്ത ആൾ പുറത്തേക്ക് വരുമെന്ന് പറയുന്നു. അങ്ങനെ ജാസ്മിനെ പുറത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് ജാസ്മിന് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നു. ജാസ്മിനെ അവിടെ ഇരുത്തിയിട്ട് ഒരു ഗസൽ പാടാൻ പറയുന്നു. അപ്പോൾ സായി പറയുന്നുണ്ട്, വേണ്ട ഒച്ച എടുക്കണ്ട, ഒച്ചയില്ലാതെ നീ ഗസൽ പാടിയാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ജാസ്മിനാണെ ഒച്ചയില്ലാതെ ആംഗ്യം കാണിച്ചുകൊണ്ട് ഒരു ഗസൽ അങ്ങ് പാടി. അപ്പോൾ അതിന് താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സായി. എന്തായാലും നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. ജാസ്മിൻ ആദ്യം തന്നെ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ് രാജാവായ സായി. എന്തായാലും കിടിൽ രാജാവ് കേട്ടോ. നമുക്ക് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് കണ്ടു തന്നെ അറിയാം. ആരെങ്കിലും ആ ചെങ്കോലും മാലയും ഒരുമിച്ച് അടിച്ചു മാറ്റുകയാണെങ്കിൽ അടിച്ചു മാറ്റുന്ന ആൾ രാജാവാകും. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ